എല്ലാവർക്കും തമർ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതലും നോൺ വെജ് ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ്. അപ്പം ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടെന്ന് പറയാൻ കാരണം ഇത് കണ്ടില്ലേ, ഇത് ചിരങ്ങൻ്റെ ഇലയാണ്, ചിരങ്ങയുടെ ഇല. അപ്പോൾ ഈ ചിരങ്ങയുടെ ഇലയൊക്കെ താളിച്ചാൽ നല്ല രസമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ താളിക്കുക എന്നാട്ടോ പറയുക. പിന്നെ ഓരോ നാട്ടിലേക്ക് അത് ചിലപ്പം വേറെ വ്യത്യസ്തമായ പേരുകളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്തായാലും നമുക്ക് കാണാൻ വീഡിയോ. ശരിക്കും നമ്മളെ ഗ്രാമങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളിലുള്ള വീടുകളിലൊക്കെ കൂടുതലായിട്ടും കാണുന്ന ഒരു വിഭവമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവം കൂടിയാണ് കേട്ടോ. മത്തയുടെ ഇല, മുരിങ്ങയുടെ ഇല, ഈ ചിരങ്ങൻ്റെ ഇല, ഇളവൻ്റെ ഇല, ഇങ്ങനത്തെ ഈ ഇലകൾ താളിപ്പ് എന്ന് പറയും. താളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേറെ വാക്കെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ താളിക്കുക എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സാധാരണ വീട്ടിലെ ഭക്ഷണം, സാധാരണ വീട്ടിലെന്ന് പറയാൻ പ്രത്യേകിച്ച് പറഞ്ഞല്ല, ഗ്രാമങ്ങളിലൂടെയുള്ളൊക്കെ വീട്ടിലുള്ള ഭക്ഷണം, അതായത് സാധാ ചോറ്, ഒരു മീൻകറി, ഇതേപോലെ ഇലകൾ എന്തെങ്കിലും താളിച്ചത്, അല്ലെങ്കിൽ തോരൻ വയ്ക്കുക. അപ്പം ഞാനിതാ ചോറ് ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് അങ്ങനത്തെ ഒരു സാധാരണ നാടൻ ഊണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഈ ചിരങ്ങയുടെ ഇലയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാം. അതായത് ഞാൻ വലിയൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ ഇല ഇങ്ങനെ എടുക്കുക. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ മൂത്ത ഇലയൊക്കെയാണ്, ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു നാരുണ്ടാവും. നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ നന്നാക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് ഈ തണ്ട് ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ആ നാരിങ്ങനെ കിട്ടും. ചില ചിരങ്ങേൻ്റെ ഇലയ്ക്ക്, അതായത് മൂത്ത ഇലയ്ക്ക് അങ്ങനെ ഒരു നാരുണ്ടാവും. അതുണ്ടെങ്കിൽ ആ നാരിങ്ങനെ വലിച്ചൂരിയിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ കളയാം. അതല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഇല എടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് ഇങ്ങനെ മുറിച്ചിടാം. അല്ലെങ്കിൽ ഇതാ ഞാൻ ചെയ്യുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇല എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചി എടുക്കും. കണ്ടില്ലേ, ശരിക്കും ഇതാ വലിയ പീസായിരിക്കും. ഇങ്ങനെ പിച്ചി എടുക്കും. ബാക്കിയുള്ള ഈ തണ്ട് വേസ്റ്റിലേക്ക് ഇടുകയും ചെയ്യും. ഇപ്പോഴത്തെ തലമുറയൊന്നും ഇതേപോലെ ഇങ്ങനെ പിച്ചി ഇടാനൊന്നും നിൽക്കൂല കേട്ടോ. വേഗം കത്തി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിടാനേ നോക്കുള്ളൂ. പക്ഷെ നമ്മളെ വീട്ടിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള മെയിനായിട്ടുള്ള പണി ഇങ്ങനത്തെ പണികളായിരിക്കും. ഇലകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായി പിച്ചി എടുത്തിട്ട് തരുവൊക്കെ ചെയ്യും. ഞാൻ ഇലയൊക്കെ ഇതേപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കൈയോടെ ഇങ്ങനെ പിച്ചിയിടുകയല്ലേ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കത്തി കൊണ്ട് വേണമെങ്കിൽ മുറിച്ചൊക്കെ ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം ഞാൻ ആ തനി നാടൻ സ്റ്റൈലിലേക്ക് പോയിന്നേ ഉള്ളൂ. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇല താളിക്കാൻ ഉപയോഗിക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും ഇല താളിക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ്. നമ്മൾ പറയുമല്ലോ മൺചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് എന്ന്. അപ്പോൾ മൺചട്ടി ഉള്ളവർ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചതച്ചത് കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചതച്ചതാണ്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയൊക്കെ വേവിച്ച കഞ്ഞിവെള്ളം, 1 കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കഞ്ഞിവെള്ളത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിനാണ് നമ്മൾ ഇല താളിക്കുക എന്ന് പറയുന്നത്. 1 കപ്പിന് വേണമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് കുറച്ച് വെള്ളമായിട്ട് അതിൽ ഇല കിടക്കുന്ന രീതിയിലും അങ്ങനെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ തോനെ കഞ്ഞിവെള്ളത്തിൽ ഇല കിടക്കുന്ന രീതിയിലും ഉണ്ടാക്കാം. അപ്പം എങ്ങനെയാണെന്നുള്ളത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതും ഈ ഇല താളിച്ചതും സാദാ ചോറും ഒരു മീൻ പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഇലയൊക്കെ വേവാൻ വെച്ച് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നല്ല മക്രോണ ഫിഷ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നാക്കി കുറച്ച് കറിയും വെക്കാം, ഒരു ഫ്രൈയും ആക്കാം. ഈ മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, പക്ഷേ കുറച്ച് മുള്ളുണ്ട്. അപ്പോൾ അത് തിന്നുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ. മീറ്റ് കൂടെ ചെറിയ മുള്ളുണ്ട്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഇല താളിക്കലൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് മീൻ കറി വെക്കുന്നതാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഇതാ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, അതേപോലെ ചെറിയുള്ളി ചതച്ചത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വെക്കാം. അതേപോലെ ഇത്തി പച്ചമുളക്. അപ്പോൾ നമ്മളെ തനി നാടൻ ഊണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ചെടുത്തിട്ട് നമുക്ക് കഴിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചോറിടാം. നമ്മുടെ ചീരക്കറി, ചിരങ്ങ താളിച്ചത്. കുറച്ച് മീൻ നമ്മുടെ മുളകിൽ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ സൈഡിൽ കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മീൻ പൊരിച്ചത് 2 കഷ്ണം എടുക്കാം. ഈ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കറിക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കഴിക്കാൻ. സൂപ്പർ ടേസ്റ്റ്. ഇത് നമ്മളെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതാണേലും ഇത് നമ്മൾ എവിടെയെങ്കിലും എത്ര കണ്ടാലും അപ്പം നമുക്കിത് കഴിക്കണം പോകും. എനിക്കതുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതും ഒരു തേങ്ങ താളിച്ചതും ഒരു പ്രഭാര കോമ്പിനേഷനാണ്.